ഇത് ഏത് ബ്രാൻഡാണെന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഹോണ്ട. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടയുടെ ഷോറൂമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നമ്മുടെ കടപ്പാക്കട എന്ന് നമ്മൾ കൊട്ടാരക്കര പോകുന്ന റൂട്ടിലാണ് ഷോറൂം ഉള്ളത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഓഫേഴ്സ് പറയാനാണ്. 3,00,000 രൂപ ഓഫർ നമ്മുടെ ഹോണ്ട സിറ്റിക്ക് തന്നിരിക്കുന്നു. ഹോണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്ന പേര് ഹോണ്ട സിറ്റി തന്നെയായിരിക്കും. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ 4 ജനറേഷൻ കഴിഞ്ഞു. എല്ലാ ജനറേഷനും വളരെ പ്രിയപ്പെട്ട തന്നെയാണ്. ഈ ഒരു ജനറേഷൻ നമുക്ക് വന്നിരിക്കുന്ന ഹൈബ്രിഡ് വെർഷൻ ഉണ്ട്, പിന്നെ നോർമൽ പെട്രോൾ വെർഷൻ കിട്ടും. പിന്നെ ഹോണ്ട സിറ്റി മാത്രമല്ല, ഹോണ്ട എന്ന് പറയുമ്പോൾ അമേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഹോണ്ട സിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. നമുക്ക് പ്രൈസ് അറിയാം, പിന്നെ ഓരോ വേരിയൻറ്റ് വൈസുള്ള ഡിഫറൻസ് അറിയാം, പിന്നെ ഓഫറുകൾ എന്താണെന്ന് അറിയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രവീൺ നമ്മുടെ കൂടെ ഉണ്ട്. പ്രവീണെ നമസ്കാരം. നമസ്കാരം. അപ്പോൾ പ്രവീണാണ് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഹോണ്ടയുടെ ഷോറൂമിലൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ പ്രവീണ, നമുക്ക് അറിയേണ്ട കാര്യം ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. പ്രൈസ് അറിയണം, പിന്നെ വണ്ടിയുടെ ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്ന് അറിയണം, അതിനകത്തൊരു ചെറിയ ഡിഫറൻസുകൾ എന്താണെന്ന് അറിയണം, പിന്നെ 3,00,000 രൂപ ഓഫർ എന്താണെന്നുള്ള കാര്യം. അതിപ്പോൾ നമുക്ക് ഈ സിറ്റിക്ക് ഈ മാസം നമുക്ക് 3,00,000 അടുപ്പിച്ച് ഓഫർ നമുക്ക് വരുന്നുണ്ട്. അതൊരു വലിയൊരു കസ്റ്റമറിന് നല്ലൊരു ബെനിഫിറ്റ് ആണ് ഈ വരുന്നത്. എനിക്കൊന്ന് ഈ ഒരു സെദാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോണ്ട സിറ്റി നല്ലൊരു സെല്ലിംഗ് യൂണിറ്റ് തന്നെയാണ് അല്ലേ? പിന്നെ നല്ലപോലെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നല്ലൊരു ഓഫർ എന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതെ അതെ, നമ്മളിപ്പോൾ കിങ് ഓഫ് ദ സെഡാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ ഹോണ്ട സിറ്റി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കളറും ഇല്ലേ? ഇത് പുതിയൊരു കളറാണ്. ഞാൻ അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റിക്ക് പുതിയൊരു കളർ വരുന്നുണ്ടെന്നുള്ളത്. അതാണ് ഈ കളർ ഒബ്സിഡിയൻ ബ്ലൂ എന്ന് പറയുന്നത്. ഇതിന് റെസ്പോൺസ് വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത് കണ്ടിഷ്ടപ്പെട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷോറൂമിൽ ഇത് ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നത്. അട്രാക്റ്റീവ് കളർ ആയതുകൊണ്ടാണ് ഷോറൂമിൽ ഇത് നമ്മൾ ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്നതിന്റെ കാര്യം. ഒരു ഇപ്പൊ എല്ലാ ബ്രാൻഡും എനിക്ക് തോന്നുന്നു കളർ കുറച്ച് കോൺഷ്യസ് ആയില്ലേ? പിന്നെ നമുക്ക് ബേസിക് കളേഴ്സ് ആണെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ കളർ ട്രെൻഡിങ് നമുക്ക് കളർ ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ വേരിയന്റിലാണ് നമുക്ക് ഈ കളർ കിട്ടുന്നത്? നമുക്കിപ്പോൾ ഈ കളർ വരുന്നത് വെച്ചാൽ വി തൊട്ടാണ് കളർ വരുന്നത്. നമുക്ക് മൊത്തത്തിൽ നമുക്ക് 4 വേരിയന്റ് ഉണ്ട്. പക്ഷെ 3 വേരിയന്റ്സിന് മാത്രം ഈ കളേഴ്സ് വരുന്നില്ല. എസ് വിക്ക് വരുന്നില്ല. 15,00,000 രൂപയ്ക്ക് എസ് വി മോഡൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് തൊട്ട് മേലത്തെ വേരിയന്റ് ആണ് വി എന്ന് പറഞ്ഞ മോഡല്. വിയുടെ മോഡലിനകത്ത് നിന്നാണ് നമുക്ക് അഡാസിന്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്. അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വി തൊട്ടാണ്. ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ലക്ഷറി കാർ മാത്രം കണ്ടിരുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമുക്കൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. അതെ അതെ അതെ. അപ്പോൾ നല്ലൊരു ഒരു വളരെ എക്സൈറ്റിംഗ് ഫീച്ചർ തന്നെയാണ് അഡാസ്. നമ്മൾ അഡാസിന്റെ ഫുൾ സേഫ്റ്റി ലെവൽ ഹോണ്ട സിറ്റിയിൽ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ട്രാക്കിംഗ് കാർ വെച്ച് ഇത് വർക്ക് ചെയ്യുമോ പ്യൂർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചു. സിറ്റിയിൽ അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടാണ് അതിന്റെ അഡാസിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഹോണ്ട അത് ചെയ്തിരിക്കുന്നത്, അഡാസിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വേരിയന്റ് തൊട്ട് നമുക്ക് അഡാസ് കിട്ടും. പ്രൈസിംഗ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുമ്പോഴേക്ക് 12,50,000 അടുപ്പിച്ച് വരുന്നുള്ളൂ ഓഫർ. അടുത്ത വേരിയന്റ് വരുമ്പോൾ അതിന് മുകളിലോട്ട് വേരിയന്റ് വരുമ്പോഴാണ് അതിനകത്ത് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നത്. സൺറൂഫും അതൊക്കെ വരുന്നത്. അതിനകത്ത് നമുക്ക് വരുമ്പോൾ പിന്നെ സൺറൂഫ് വരും, 6 എയർ ബാഗ് വരും, ലെഫ്റ്റ് സൈഡിലെ മിററിനകത്ത് ലൈൻ വാച്ച് ക്യാമറ വരുന്നുണ്ട്. നമുക്ക് പിന്നെ സൈഡ് കട്ടൺ എയർ ബാഗ് അതിനകത്ത് വരുന്നുണ്ട്. ഇതിൽ 4 എയർ ബാഗേ വരുന്നുള്ളൂ. അല്ലല്ല, വി എക്സ് തൊട്ട് നമുക്ക് സൺറൂഫ് 6 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ ലൈൻ വാച്ച് ക്യാമറ അതിനകത്തുണ്ട്, അഡീഷണൽ വരുന്നുണ്ട്. നേരത്തെ അതിനകത്ത് ഫുൾ ഓപ്ഷനകത്ത് മാത്രമേ ഉള്ളായിരുന്നു ലൈൻ വാച്ച് ക്യാമറ വരുന്നത്. അങ്ങനെ വ്യത്യാസമുണ്ട് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ വേരിയന്റ് വൈസ് വരുന്ന ഡിഫറൻസ് പെട്ടെന്ന് പറയാമോ? ലൈൻ വാച്ച് ക്യാമറയും സൺറൂഫും 6 എയർ ബാഗും വരുന്ന മോഡൽ വരുമ്പോഴേക്കും നമുക്ക് 13,00,000 രൂപയ്ക്ക് നമുക്ക് വി എക്സ് എടുക്കാൻ പറ്റും. വി എക്സ് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് 14,80 വരുന്നത്. 14,80 വരും നമുക്ക് ഫുൾ ഓപ്ഷൻ. അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് വെച്ചാൽ മെയിൻ ആയിട്ട് അതിന്റെ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. 9 എറേ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഹണികോം ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഇതിന് വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഓഫറിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ? ഓഫർ എങ്ങനെയാണ്? 75,000 രൂപ നമുക്ക് എല്ലാ വേരിയൻസിനും നമുക്ക് 3,00,000 അടുപ്പിച്ച് നമുക്ക് ഓഫർ വരുന്നുണ്ട്. സിറ്റിക്ക് അതിനകത്ത് വരുന്നുണ്ട്. അതെ അതെ. ഇല്ല, വേരിയന്റ് വൈസിന് നമുക്ക് വ്യത്യാസം വരുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഏത് വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 3,00,000 രൂപയുടെ ഓഫർ നമ്മൾ ആപ്ലിക്കബിൾ ആണ്. അതെ അതെ. ഒരു ബേസ് വേരിയന്റ് വരുന്നത് ഇപ്പോൾ കൂടുതലും പ്രൈസ് വൈസ് നോക്കുമ്പോൾ കുറച്ച് ബേസ് വേരിയന്റ് അല്ലെങ്കിൽ തൊട്ട മേളത്തെ വേരിയന്റ് അതിൽ വരുന്ന ഫീച്ചർ എന്ന് പറയാമോ? ജസ്റ്റ് അതിൽ നമുക്ക് ഇപ്പം ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ആവറേജ് ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഒരു പ്രീമിയം ഫീച്ചേഴ്സ് തന്നെ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് നമുക്ക് അതിനകത്ത് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീൽ റിമിനകത്ത് വീൽ കപ്പായിരിക്കും എസ് വി മോഡലിനകത്ത് വരുന്നത്. നമുക്ക് ചെയ്യാം, അലോയ് ചെയ്യാം. നമ്മളിവിടെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടച്ച് സ്ക്രീനാണ് വരുന്നത്. റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. അതെ അതെ, റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ 4 എയർ ബാഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നുണ്ട്.
തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വണ്ടി സ്റ്റോക്ക് കിടപ്പുണ്ട്, അതിന്റെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ഉണ്ട്. നമുക്ക് ഒരു 2 മോഡൽ നമുക്ക് സ്റ്റോക്കും ഉണ്ട്, പിന്നെ 2 മോഡൽ നമുക്ക് ട്രാൻസിറ്റും വരുന്നുണ്ട്. കളർ ഓപ്ഷൻ നമുക്ക് അതിനകത്ത് വരുന്ന കളർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഉണ്ട്, നമുക്ക് കോമൺ ആയിട്ട് വരുന്ന വൈറ്റ് ആണ്. കോമൺ കളേഴ്സ് എല്ലാം ഉണ്ട്. വൈറ്റ് ഉണ്ട്, എസ്പെഷ്യലി അത് റെഡും ബ്ലൂ ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും ഡിമാൻഡിങ് കളേഴ്സ് ആണ്. പക്ഷേ ഇത് രണ്ടും അതിനകത്ത് വരുന്നില്ല, എസ്വിക്കകത്ത് വരുന്നില്ല, വി തൊട്ടേ വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഒരാൾ ഒരു കല്യാണ കേസൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്ത് എത്ര തവണ വെയിറ്റ് ചെയ്യേണ്ടി വരും വണ്ടിക്ക്? നമുക്ക് മാക്സിമം ഇപ്പോൾ നോർമൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ സിറ്റിക്ക് ഇപ്പോൾ 2 months അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് സ്റ്റോക്കും വേരിയന്റ് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 4 to 3 days എടുക്കത്തുള്ളൂ, അത്ര എടുക്കത്തുള്ളൂ. അപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടുണ്ട് ടച്ച് സ്ക്രീനും പുഷ് ബട്ടൺ സ്റ്റാർട്ടും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, സ്റ്റാർട്ടിംഗ് മോഡലിൽ എല്ലാം വരുന്നത്. പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അഡീഷണലി ഇപ്പോൾ സൺറൂഫ് ഒക്കെ വരുമ്പോൾ കോസ്മെറ്റിക് ഫീച്ചർ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ഇപ്പോൾ ആരുടെടുത്തും വണ്ടി ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് സൺറൂഫ് ഉണ്ടോ, സൺറൂഫ് ഉള്ള വണ്ടി കിട്ടിയാൽ കൊള്ളാം. പക്ഷെ അതിന് കോസ്മെറ്റിക് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം. പിന്നെ അഡാസ് സെക്കൻഡ് വേരിയന്റ് നമുക്ക് വി തൊട്ട് അഡാസിന്റെ ഫംഗ്ഷൻ വരുന്നത്. സെക്കൻഡ് വേരിയന്റ് എടുത്താലും ഒരു ഹയർ സ്റ്റാൻഡേർഡ് സേഫ്റ്റിയിലേക്ക് വണ്ടി പോയി. അതെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ അഡാസ് വി തൊട്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് വാല്യൂ ഫോർ മണി. സൺറൂഫ് പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ വി ഒരു വാല്യൂ ഫോർ മണി. സൺറൂഫ് അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ എന്റെ ഇഷ്ടത്തിന്റെ രീതി നോക്കുകയാണെങ്കിൽ സൺറൂഫ് ഒരു നല്ല കാര്യമാണെന്ന് തോന്നില്ല. ആവശ്യമില്ല. അപ്പോൾ ഒരു കോസ്മെറ്റിക് താല്പര്യമുള്ള തീർച്ചയായിട്ടും അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ വേരിയന്റ് എടുത്താൽ വി തന്നെ വാല്യൂ ഫോർ മണിയാണ് അത്. അപ്പോൾ നമുക്ക് ഇനി ഹോണ്ട സിറ്റിയിൽ ഹൈബ്രിഡ് വെർഷൻ ഉണ്ടല്ലേ? അതെ, ഹൈബ്രിഡ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് വെച്ചാൽ 1890 ആണ് വരുന്നത്. 18,90,000 അടുപ്പിച്ച് നമുക്ക് വി മോഡലിൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പുതുതായിട്ട് അഡാസിന്റെ ഫംഗ്ഷൻ വന്നപ്പം ഹൈബ്രിഡ് നമുക്ക് ഒരു വേരിയന്റും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതെ, ഇപ്പം നമുക്ക് വി എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് അവൈലബിൾ ആണ്. പ്രാക്ടിക്കൽ ആയി കുറച്ചുകൂടെ. അതെ. നേരത്തെ ഒരു 20 lakh എബോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ കുറഞ്ഞ വേരിയന്റ് കൂടെ കിട്ടി. നമുക്ക് കിട്ടിയേക്കാം. നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിക്ക് ചില ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹൈബ്രിഡ്. സെൽഫ് ചാർജിങ് ഇവി ആണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഭയങ്കര ഓടിക്കാനൊക്കെ ഭയങ്കര ഹോണ്ട സിറ്റി രസമാണ് ഓടിക്കാൻ. ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് കാർ ഉണ്ട് അല്ലേ? അതെ, കോമ്പാക്ട് സെഡാൻ ആണ്. അപ്പോൾ നമ്മൾ ഹോണ്ട സിറ്റിയുടെ കമ്പനി അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അതെ, ഇത് ഒരു കോമ്പാക്ട് സെഡാൻ ആണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ഒരു കാറാണ് അമേസ്. ഇത് സ്റ്റോക്ക് അവൈലബിലിറ്റി എങ്ങനെയാണ്? നമുക്ക് വേരിയന്റും കളറും ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ അവൈലബിലിറ്റി കൊടുക്കും. നോർമലി വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അമേസിന്. വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേഷൻ കൊടുക്കാൻ പറ്റും. അതെ, അതിനൊക്കെ അമേസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുമ്പോഴത്തേക്ക് 7,72,000 ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്ക് 8,84,000 വരുന്നുണ്ട്. അത് നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും രണ്ടും നമുക്ക് അമേസിൽ അവൈലബിൾ ആണ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഫാമിലിക്ക് പറ്റുന്ന ഒരു നല്ലൊരു വണ്ടി. സേഫ്റ്റി റേറ്റിംഗിലും ഒട്ടും 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു ടെൻഷന് വേണ്ടാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പലരും പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ചിലർ ഒരു പ്രോഡക്റ്റ് എന്ന് പറയാതെ പറയാണ്ട് അത് കറക്റ്റ് പറയുമ്പോൾ മിഷൻ എന്ന് പറയാം അല്ലേ? അതെ, പറയാം, കാർ എന്ന് പറയാം. അപ്പോൾ നല്ലൊരു ഫാമിലി കാർ തന്നെയാണ്. അപ്പോൾ ഓഫറുകൾ വല്ലതും ഉണ്ടോ? അതെ, അമേസിനും സിറ്റി കണക്ക് തന്നെ ഓഫർ നമുക്ക് വരുന്നുണ്ട്. അതെ. ഓക്കെ, എന്താ ഓഫർ? ഒരു ടോട്ടൽ എത്ര ഓഫർ വരുന്നു? നമുക്ക് ഏകദേശം നല്ലൊരു ഓഫർ എന്ന് വെച്ചാൽ ഇപ്പം ഒരു 30,000 അടുപ്പിച്ച് തന്നെ ഓഫർ വരുന്നുണ്ട് അമേസിനും. അതെ, 30,000 അടുപ്പിച്ച് അമേസിനും ഓഫർ ഉണ്ട്. അതെ, ഓഫർ അമേസിനും വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിവേറ്റർ എന്ന് പറഞ്ഞൊരു വണ്ടി. അതെ, പുതുതായിട്ട് നമുക്കൊരു SUV, നമുക്ക് ഒരു കിങ് ഓഫ് ദ SUV എന്നൊക്കെ ഇനി പറയാം. അതായത് നമുക്കിപ്പോൾ സിറ്റി വന്ന് സെഡാൻ സെഗ്മെന്റ് റൂൾ ചെയ്യുന്നതൊക്കെ ഒരു SUV സെഗ്മെന്റ് നമുക്ക് വണ്ടി വരുന്നുണ്ട്. എലിവേറ്റ് എന്നാണ് പ്രോഡക്റ്റിന്റെ നെയിം. പിന്നെ ജാപ്പനീസ് ബ്രാൻഡാണ്. നമുക്ക് ആ എഞ്ചിനകത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു ടെൻഷൻ അടിക്കേണ്ട. സിറ്റിയുടെ തന്നെ സെയിം എഞ്ചിൻ പ്ലാറ്റ്ഫോം ആണ് വരുന്നത്. 1.5 വരുന്നത്. 4.3 മീറ്ററോളം നീളവും വരുന്നുണ്ട്. അതെ, ബൂട്ട് സ്പേസ് ഉണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എഞ്ചിൻ പെർഫോമൻസ് വണ്ടി കൂടെ ഒരു മസ്കുലറും ബൾക്കിയാണ്. ഇത്രയൊക്കെയാണ് ഹോണ്ടയുടെ പുതിയ വിശേഷങ്ങളല്ലേ? വിശേഷങ്ങൾ. അപ്പോൾ ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പ്രൈസും അതുപോലെ ഓഫേഴ്സിൻ്റെ അപ്ഡേഷൻസിനും പിന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതെ, നമ്മൾ തന്നെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. കസ്റ്റമറിന് ഒരു രീതിയിലുള്ള ഹെഡേക്കും വരത്തില്ല. ലോൺ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. അതെ. ടെസ്റ്റ് ഡ്രൈവിന് തീർച്ചയായിട്ടും വിളിക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിലും ഇവിടെ വന്നോ എങ്ങനെയാണെങ്കിലും ചെയ്യാം. നമ്മൾ ഏതൊരു ടൈമിലും നമ്മൾ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കണക്ക് നമുക്ക് വീട്ടിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നുണ്ട്. അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ.